ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രീപോൾ സർവേ നടന്നപ്പോഴും ഇടതുമുന്നണി തകർന്നടിയുമെന്ന് ഒരു സൂചനയുണ്ടായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോളിലും ഇടതുമുന്നണിക്ക് സീറ്റില്ല. അതായത് 0 മുതൽ 3 വരെ സീറ്റ് കിട്ടിയേക്കാം. ഒന്നുകിൽ 3 സീറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റും കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇടതുമുന്നണി പറയുന്നത് 2004 ഇത്തരത്തിലുള്ള സർവേകൾ നടന്നിരുന്നു. അന്ന് ഇടതുമുന്നണിക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ അന്ന് 18 സീറ്റ് നേടി. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അതുപോലെ തന്നെ UPA സർക്കാർ തുടർഭരണം നേടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ പൊള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് കേരളത്തിലെ ഈ സർവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു നിലപാട്? അല്ല, ഈ സർവേ ഫലം നമ്മളെ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 29% വോട്ട് ഇടതുമുന്നണിക്ക് കിട്ടും എന്ന് പറയുമ്പോഴും അവർക്ക് സീറ്റൊന്നും കിട്ടില്ല എന്നും, എന്നാൽ 27% വോട്ട് കിട്ടുന്ന BJPക്ക് സീറ്റ് കിട്ടാം എന്നുമാണ് ആ സർവേ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിലൊരു അയുക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ 29% എന്ന് പറയുന്നത് ആകെയുള്ള വോട്ടുകളുടെ 29%, 27% എന്ന് പറയുന്നത് ആകെയുള്ള വോട്ടുകളുടെ ശതമാനമാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏതാണ്ട് 29% വോട്ട് കിട്ടാനായിട്ടുള്ള കപ്പാസിറ്റികളാണ് അവർക്ക്. അതവരുടെ ഒരു ബേസ് വോട്ട് തന്നെ. അതിന് മുകളിലാണ് അവർക്ക് അനുകൂലമായിട്ട് വരുന്ന ആളുകളുടെ വോട്ട്, അവരോട് കൂടുതൽ ആഭിമുഖ്യമുള്ളതായിട്ടുള്ള ആളുകളുടെ വോട്ട്, പിന്നെ അവർക്കെതിരായിട്ടുള്ള മുന്നണി, ഇപ്പോൾ കോൺഗ്രസ് മുന്നണിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എതിരോട്ട്, ഇതെല്ലാവരും കൂടി ചേരുമ്പോഴാണ് അവർക്ക് വിജയം കഴിഞ്ഞ നാളുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബേസിക് വോട്ടിൽ ലൈൻ എന്ന് പറയുന്നത് ഒരു 10% വോട്ടാണ്. ആ 10% വോട്ടിൽ നിന്ന് അത് ഈ 27%ത്തിലേക്ക് എത്തുന്നത് ചില മണ്ഡലങ്ങളിൽ മാത്രം ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്താം, തിരുവനന്തപുരത്ത് എത്തേക്കാം. ഏറ്റവും ആദ്യം തിരുവനന്തപുരത്താണ് അവർ എത്തേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് BJPക്കുള്ളത്, ബേസ് വോട്ടുള്ളത് തിരുവനന്തപുരം നിയമമണ്ഡലത്തിലാണ്. അപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയമമണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഈ 29% എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞവിടെ എന്ന് പറയുന്നത് 2ാം സ്ഥാനത്ത് അവരുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ അവിടെ വേണമെങ്കിൽ വരാം. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. പക്ഷേ മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വോട്ട് വരില്ല. ചിലയിടത്ത് 10, ചിലയിടത്ത് 14, 12 ആ രീതിയിലൊക്കെ വോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഒരു 3-4 നിയോജക മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ 27%ത്തിലേക്ക് എത്താം. പക്ഷേ അപ്പോഴും 29% എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിയമമണ്ഡലങ്ങളിലും ഉണ്ടാവും. എല്ലാ സീറ്റിലും ഒരു തോറ്റാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തോൽവിയും ജയം എന്ന് പറയുന്നത് നമ്മളുടെ ഈ സിംഗിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ ഓരോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒരാളെ വിജയിപ്പിക്കുന്നത്. അത് ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് ഈ 29% എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിട്ടുന്ന പാർട്ടിയാണെങ്കിൽ പോലും വേണമെങ്കിൽ തോറ്റുപോകാം. സിംഗിൾ മെജോറിറ്റി സിസ്റ്റത്തിൽ വരുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു നിയമമണ്ഡലത്തിൽ അവർക്കത് കവർ ചെയ്ത് കയറാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് എങ്കിൽ അവർ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ 2-3 സീറ്റ് അവർക്ക് കിട്ടും എന്ന് പറയുന്നതായിട്ടുള്ള നിഗമനങ്ങളും തെറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിശക്തമാണ് ആ ഭരണവിരുദ്ധ വികാരമെങ്കിൽ അതെല്ലായിടത്തും അലയടിക്കാനും അത് UDFനെ വിജയിപ്പിക്കാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ കേരളത്തിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസ് പ്രത്യേകം പരിശോധിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചില സ്ഥലത്ത് ഈ കേഡർ വോട്ടുകൾ തന്നെ ഒരു അപ്പർ ഹാൻഡ് CPMന് ഉണ്ടാക്കി കൊടുക്കും. പാലക്കാട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, ആലത്തൂർ അങ്ങനെയുള്ള ഒരു നിയമമണ്ഡലമാണ്, അതേപോലെ തന്നെയാണ് കാസർഗോഡ് അങ്ങനെയുള്ള ഒരു നിയമമണ്ഡലമാണ്. ഈ 3 നിയമമണ്ഡലങ്ങളിലും സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ബേസിക് വോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഏത് കാൻഡിഡേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു മത്സരമുണ്ട്, അവർക്ക് ജയിക്കാനുള്ള പോസിബിലിറ്റി അവിടെ എക്സസ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത് 3 സീറ്റുകളിൽ വേണമെങ്കിൽ ജയിക്കാനുള്ള പോസിബിലിറ്റി സൃഷ്ടിക്കുന്നത് അവിടെയാണ്. പിന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റി സിദ്ധാന്തം അനുസരിച്ച് 2-3 നിയമമണ്ഡലങ്ങൾ കൂട്ടി എടുക്കുമ്പോഴാണ് അത് വേണമെങ്കിൽ 5 സീറ്റ് വരെ ആകാം എന്നുള്ള ചില നിഗമനങ്ങളിലേക്ക് ചില സർവേകൾ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ CPMന് എപ്പോഴും കിട്ടുന്ന കേഡർ വോട്ടുകളാണെങ്കിൽ കൂടുതലും ഈ പറയുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളാണ് CPMൻ്റെ ഒരു ശക്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJP സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ മറിഞ്ഞു പോകില്ലേ? അങ്ങനത്തെ ഒരു പ്രകടമായിട്ടുള്ള വ്യതിയാനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചെറിയ ഊസൗട്ടുകളുണ്ടെന്നുള്ളത് ശരിയാണ്.
അതല്ലാതെ പ്രകടമായിട്ട് ഒരു സമൂഹം അല്ലെങ്കിൽ സമുദായം BDJS എന്ന് പറയുന്ന സാധനത്തിന് അത്തരത്തിലൊരു പ്രസക്തിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അത് നമുക്കെല്ലാം എല്ലാ ഇലക്ഷനും നമുക്ക് കാണാവുന്നതായിരുന്നു. പക്ഷേ അവർക്ക് കുറച്ച് വോട്ട് ഷെയർ ഉണ്ട്. ആ വോട്ട് ഷെയറാണ് അവർക്ക് ഇടുന്നത്. BJPക്കാർ വലിയ അവർക്ക് വോട്ട് ചെയ്യാറില്ല അവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആസ് എ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി ഒന്നും BJPയിലേക്ക് ഇൻക്ലൈൻ ചെയ്തു എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അവിടെ നിന്നൊക്കെ ചില ആളുകൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ CPMൻ്റെ ഒരു ഉറച്ച വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഈഴവ സമൂഹമാണ്. പക്ഷെ അവർ വെല്ലുവിളി നേരിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്ന സമയത്ത് ഈഴവ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിറ്റി മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ നമുക്ക് പ്രത്യേകം എടുക്കേണ്ട അവരിൽ ചില സ്വാധീനം ഉണ്ടാക്കാം, അതിന് കഴിഞ്ഞേക്കാം എന്നല്ലാണ്ട് ആസ് എ ഹോൾ ഈഴവ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു. ഇപ്പം നമ്മൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പാർട്ടി വളർന്ന് ഏതൊരു സാധനം വളർന്ന് അതിൻ്റെ ഒരു പരമാവധിയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അത് താഴോട്ട് വരണമല്ലോ എന്ന് പറയുന്നത് അവിടെ നിന്നൊക്കെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഴേക്ക് വന്നു എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പാർട്ടിക്കെതിരായി ചിന്തിക്കുന്ന ഈ ആടി നിൽക്കുന്ന വോട്ടുകൾ നമ്മൾ പറയാറില്ലേ, അവർ മാറി ചിന്തിക്കുകയും ഒപ്പം CPMൻ്റെ ഈ ഉറച്ച വോട്ടുകൾ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അതായത് ക്രമേണ വോട്ടുകൾ മാറി മാറി വരുന്നോ? അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥിരമായിട്ട് ഭരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലിപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഭരണത്തിൻ്റെ രണ്ടാം ഊഴം കിട്ടിയതുകൊണ്ടാണ്. അതവരെ കൂടുതൽ ദുഷിപ്പിച്ചു, കൂടുതൽ നശിപ്പിച്ചു. ഉദ്യോഗസ്ഥ ഭരണത്തിൽ കീഴടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ആ ഒരു കാര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സൊക്കെ തന്നെ വളരെ ജനകീയതരായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശങ്ങളെല്ലാം വെക്കും. നിർദ്ദേശങ്ങൾ വെക്കുന്ന സമയത്ത് അതിൽ ജനവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. അപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് എന്താ ചെയ്തിരുന്നത്? ആ ജനവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളെടുത്ത് മാറ്റട എന്ന് ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള ചങ്കുറ്റം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിവില്ല, അതേപോലെ തന്നെ അനുഭവമില്ല, അതേപോലെ തന്നെ അവർക്ക് രാഷ്ട്രീയവുമില്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ അതിൻ്റെ പിന്നാലെ കുണുങ്ങി നടക്കുന്ന ആളുകളായിട്ട് ഇന്നത്തെ മന്ത്രിമാരെല്ലാവരും മാറി തീർന്നിട്ടുണ്ട്. അത് CPMന് വലിയ പരാജയമുണ്ടാക്കും. കാരണം CPM അതിനെ വേണ്ടിയല്ല കയറുന്നത്. ഇപ്പോൾ MPG മാവി പോലെയുള്ളതായിട്ടുള്ള നേതാക്കൾ അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥ ഭരണത്തെ സമ്പൂർണ്ണമായിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതിന് പറ്റിയ തരത്തിൽ ഉള്ള ഒരു വളരെ എഫിഷ്യൻ്റായിട്ട് ലീഡർഷിപ്പ് ഇല്ല ശരിക്കും. ഇപ്പോൾ ഗൗരിയമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. ഗൗരിയമ്മയുടെ മുന്നിൽ ഉദ്യോഗസ്ഥർ ഓച്ഛാനിച്ച് നിർത്താനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഗൗരിയമ്മയ്ക്കുണ്ടായിരുന്നു. ഗൗരിയമ്മ കാര്യങ്ങൾ പഠിക്കും. ഇവിടെ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ മന്ത്രിമാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ താഴെ ഉപ്പിട്ട് കൊടുക്കാൻ നടക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. ഇവർ ജീർണിച്ച് പരാജയപ്പെടാതെ മറ്റെന്താണ് ഇവർക്ക് സംഭവിക്കാൻ പോണത്? അവരിപ്പോൾ ജീർണിച്ചിത്തായാലും അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ CPMലെ കുറേയധികം ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവർ ഭരണത്തിലിരിക്കലേ എന്നാണ്. അതുകൊണ്ട് കൂടി വേണമെങ്കിൽ അവർ മാറി വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ വോട്ടുകൾ വീണ്ടും തിരിച്ച് CPMലേക്ക് തന്നെ വരാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ഥാനമോഹം സംബന്ധിച്ചൊക്കെ തമ്മിൽ അടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു കഴിവ് കൊണ്ടാണ് ഈ മുന്നേറ്റം നടത്തിയത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ അനുസരിച്ച് UDFന് 17 സീറ്റ് വരെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായിട്ട് മാറുന്നില്ലേ? അത് അവരുടെ കഴിവല്ലല്ലോ. അല്ല, അവരുടെ കഴിവല്ല. അവരെപ്പോൾ പോലും ഭരണത്തിൽ വരുന്നത് അവരുടെ കഴിവുകൊണ്ടല്ല, അവരുടെ എതിര് നിൽക്കുന്നതായിട്ടുള്ള മുന്നണി കേരളത്തിലാവുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ കഴിവുകേട്, അവരുടെ ഭാഗത്തുണ്ടാകുന്ന അഴിമതികൾ, അവരുടെ ഭാഗത്തുണ്ടാകുന്നതായിട്ടുള്ള പോരായ്മകൾ, അതുകൊണ്ടൊക്കെ അതിനോടുള്ളൊരു വെറുപ്പ് ആളുകൾക്കുണ്ടാകുമ്പോൾ അവരല്ലാത്ത മറ്റൊരാൾക്ക് വോട്ട് ചെയ്യണേ. ഇത് പ്രകടമാക്കണമല്ലേ? ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ഭരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കെടുകാര്യസ്ഥത, അഴിമതി, അതേപോലെ തന്നെ ഓരോരുത്തരുടെ വീട്ടുകാര്യം പോലെ കാര്യങ്ങൾ നോക്കുന്ന തരത്തിൽ പ്രവർത്തിക്കൽ, ഇതിനൊക്കെ എതിരായിട്ട് മനുഷ്യർ സംസാരിച്ചിട്ട് ഇവരൊരു തീരുമാനം മാറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അടി കൊടുക്കും. അടി കൊടുക്കാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ മാറ്റി വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ അങ്ങനെയാണ് വർദ്ധിക്കുന്നത്. അതല്ലാണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കഴിവുകൊണ്ടല്ല അവർക്ക് 19 അല്ലെങ്കിൽ 20 സീറ്റും കിട്ടിയാൽ പോലും അത് കോൺഗ്രസിൻ്റെ കഴിവില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിലടിക്കുന്നതായിട്ടുള്ളൊരു കാളകുള കൂടമാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും ഏത് സമയത്ത് അവർക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടായ ആ സാധ്യതകളൊക്കെ അവർ അടിച്ച് പൊളിച്ച് കളയാൻ ശ്രമിക്കുന്നവരാണ്.
പക്ഷേ അവർ ജയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റവർ കാണിക്കുന്നതായിട്ടുള്ള വൃത്തികളുടെ കൂന ഇങ്ങനെ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് വോട്ട് ചെയ്യലാണ്. ആ വോട്ട് ചെയ്യാനായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഇവരാണ് എന്നതുകൊണ്ട് ഇവർക്ക് വോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ബി ജെ പി ഇപ്പോൾ ഒരു ത്രികോണ മത്സര പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് കുറേ ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്യും, കുറേ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇങ്ങനെ ഉയരുന്നതായിട്ട് നമുക്ക് സർവേയിൽ കാണാനായിട്ട് കഴിയും. ഈ സർവേ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ. അപ്പോൾ സി പി എം ആണോ ഇവിടെ ചെയ്യുന്നത് അതോ കോൺഗ്രസ് ആണോ? അല്ല, കേരളത്തിൽ സി പി എമ്മിന് നന്നായിട്ട് പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് ആയതുകൊണ്ട് വളരെ അധികം കുഴപ്പത്തിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് വീണ്ടും ഭരണത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് സി പി എമ്മിനെ മാറ്റിയാൽ പിന്നെ ആയിരുന്നുള്ളതിന് ഒരു ബദലായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ്സാണ്. ആ ഇടത്തേക്ക് ബി ജെ പി കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് അവിടെ ദ്രാവിഡ രാഷ്ട്രീയമായിരുന്നു. അത് ഡി എം കെയിലും എ ഐ ഡി എം കെയിലും അതേപോലെ തന്നെ അതിൻ്റെ പലതരത്തിലുള്ളതായിട്ടുള്ള ഭാഗങ്ങളായി മാറിയ പാർട്ടികളിലൊക്കെ ആയിട്ട് പടർന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എ ഐ ഡി എം കെ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് നശിച്ചു. അപ്പോൾ ഡി എം കെക്ക് ബദലായിട്ട് ജനാധിപത്യത്തിൽ എപ്പോഴും പ്രതിപക്ഷമാണ് പ്രസക്തമായി. അതിനൊരു ബദൽ വേണം. ആ ബദൽ ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ ബി ജെ പിക്ക് സാധ്യതകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. അത് ജയിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പൊതുവേ നമ്മൾ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. ആ പ്രതിപക്ഷം ആരെന്ന് ചോദിക്കുന്ന സമയത്ത് മുൻപ് എ ഐ ഡി എം കെ എന്ന് കൃത്യമായിട്ട് ഉത്തരവുണ്ടായി. ഇപ്പം അതില്ല. അപ്പോൾ അതിന് പകരം സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ബി ജെ പി ആകാം. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് സീറ്റ് കിട്ടാനോ സീറ്റ് കിട്ടുന്നതിനനുസരിച്ച് വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. പണ്ടത്തെ ചിറയും കീഴ്, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ, ഈ ഭാഗങ്ങളിൽ സി പി എമ്മിന് വലിയ വേരോട്ടം ഉണ്ടെന്ന് പറയുന്നു. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന സി പി എമ്മിനൊക്കെ നല്ല വേരോട്ടമുണ്ട്. പക്ഷേ ഈ രണ്ട് മേഖലകളിൽ ബി ജെ പിയുടെ ഒരു വളർച്ച നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ലേ? അത് ഇതിൻ്റെയൊക്കെ ഒരു സൂചനയാണോ? അല്ല, അത് ഈ ആലപ്പുഴയിൽ ആരാണിപ്പോൾ സി പി എമ്മിൻ്റെ നേതാവ്? സി പി എമ്മിൻ്റെ നേതാവില്ല. അത്രമാത്രം സി പി എം ദരിദ്രമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അണികൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആ അണികൾ മിക്കവാറും തന്നെ തമ്മിലടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കുഴപ്പങ്ങൾ അതിനകത്ത് പലപ്പോഴും പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ട് വളർന്നു വന്നു. കുറച്ച് നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ നല്ല ആളുകളും മിക്കവാറും പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് സി പി എമ്മിന് ശക്തി ഉണ്ടാവണം? ശക്തി കേന്ദ്രമാണ്, രക്തസാക്ഷി ദുർഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അവിടെ ലീഡേഴ്സ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അണികളും മാറാം. മാത്രമല്ല തലമുറകൾക്ക് മാറി മാറി വരികയാണ്. തലമുറകൾക്ക് ഈ പഴയ കാലത്തുണ്ടായിരുന്ന ത്യാഗത്തെ ഓർത്ത് അതിൻ്റെ പിന്നാലെ നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയും കുറയും, സ്വാഭാവികമാണ്. അപ്പോൾ പുതിയ വഴികൾ അന്വേഷിച്ച് പുതിയ മേഖലകളിലേക്കൊക്കെ അവർ പോകാം. പുതുതലമുറകളൊക്കെ പുതുവഴികളിലേക്ക് പോകും. വഴികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ സി പി എം ലീഡർഷിപ്പ് പഴയ കാലത്തെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ സത്യസന്ധത ഉയർത്തി നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. അതില്ല. ആലപ്പുഴയ്ക്ക് വളരെ വൾഗർ സ്റ്റേറ്റായി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എപ്പോഴാണ് അത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവുക എന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ചിറയൻകീഴിന് മാത്രത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ആലപ്പുഴ അത്ര അപകടം അവിടെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഒരു സൂചന അനുസരിച്ച് ഈ പറയുന്ന സി പി എം ജീർണിച്ച് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയും ബി ജെ പി വളർന്നു വരുന്നു എന്നതിൻ്റെ ചില കൃത്യമായ ദിശ സൂചികളുമാണ് കാണുന്നത്. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ജൂൺ 4 കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.